ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ക്രീമി ചീസി ആയിട്ടുള്ള ഒരു ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ക്രീമി ചീസിയൊക്കെ ആണെങ്കിലും നമുക്ക് ഓവനിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക, പിന്നെ അതേപോലത്തെ ഓവൻ്റെ സെറ്റപ്പിൽ നമുക്ക് വേവിച്ചെടുക്കേണ്ടതൊന്നും ആവശ്യമില്ല. നമ്മൾ ആ സെറ്റ് ചെയ്തിട്ടുള്ള പാത്രത്തിൽ അതുപോലെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു അടിപൊളി ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഇങ്ങനത്തെ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, 1.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂണിലും കുറവ് ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ കോൺഫ്ലവർ, അത് ഏകദേശം 1 ടേബിൾ സ്പൂണൊക്കെ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതേപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കുറച്ച് ഓയിൽ നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അതായത് ഉരുളൻകിഴങ്ങ് കട്ട് ചെയ്തിട്ട് അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ റെഡിമെയ്ഡ് ആയിട്ടുള്ളതാണ് വാങ്ങിയിട്ടുള്ളത്. ഇനി ആ സെയിം ഓയിൽ തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. എല്ലാം നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്, കാരണം നമ്മൾ ഇനി വേറൊന്നും ഇത് കുക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തിട്ട് നമുക്കിത് മാറ്റിയേക്കാം. ഇനി നമ്മളിവിടെ ഒരു പാത്രം മയോണൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കെച്ചപ്പും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് നമ്മളിതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മളതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ആദ്യം ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ്, അതായത് 1 കപ്പ് എന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ ആണ് ഞാൻ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടറിൽ നല്ല മിക്സായി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാലിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള അളവിലാണ്. ഇത് മിക്സ് ആക്കിയിട്ട് നമുക്ക് എത്ര തിക്കിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അത്രയും കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് വീണ്ടും പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതാ പാലൊക്കെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സോസൊക്കെ ഒന്ന് തിക്കായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ്ഡ് ചില്ലി ആണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഏകദേശം 1 ടീസ്പൂൺ അളവിൽ ക്രഷ്ഡ് ചില്ലിയും അതേപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ തന്നെ ഒറിഗാനോയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചീസി ആയിട്ടുള്ള വൈറ്റ് സോസാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ മോസറല്ല ചീസ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ മോസറല്ല ചീസൊക്കെ ഒന്ന് ഇതിൽ മെൽറ്റായിട്ട് വരുന്നവരെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഞാൻ കുറച്ച് പാലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് ലൂസായിട്ടുള്ള ഒരു വൈറ്റ് സോസ് കിട്ടാൻ വേണ്ടിയിട്ട്. വൈറ്റ് സോസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുന്നുണ്ട്, ഒരു ട്രേ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ലെയറായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിന് മുകളിലോട്ട് മയോണീസും പിന്നെ അതേപോലെ തന്നെ കെച്ചപ്പും കൂടി മിക്സ് ആക്കിയിട്ടുള്ള ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. അത് നല്ല രീതിയിൽ തന്നെ ഇതിന് മുകളിൽ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ വീണ്ടും നമ്മൾ നെക്സ്റ്റ് ലെയറായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ടാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇനി ഇത് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസും കൂടി മുകളിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലോഡഡ് ഫ്രൈസ് റെഡിയായി. അപ്പം ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ്സ് ഒന്ന് മാറ്റി വെക്കാം. അതിനാവശ്യമില്ല. നമ്മളത്രയും ആ ഒരു മെൽറ്റായ രീതിയിൽ തന്നെ നമ്മൾ ഈ ചീസും വൈറ്റ് സോസൊക്കെ ഉള്ള രീതിയിൽ കഴിക്കുകയെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വളരെ എളുപ്പമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ഫ്രം സിനു ഷംസി.